അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന അസ്ദഖൽ കിതാബി കിതാബുല്ലാഹ് വഖൈറസ് സുനനി സുനനു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹദസാത്തുഹാ വകുല്ല മുഹദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. യാ അയ്യുഹല്ലദീന ആമനൂ ഉസീകും അവ്വലൻ ബിത്തഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വൽതൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. അല്ലാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പുതിയ വർഷത്തിലേക്കാണ് നമ്മൾ കാലെടുത്ത് വച്ചിരിക്കുന്നത്. നമ്മുടെ പക്കലുള്ള പഴയ കലണ്ടറുകളും ഡയറികളുമൊക്കെ ഒഴിവാക്കുന്നതിനേക്കാൾ ഈ ഒരു മാറ്റം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കാലഗണന എന്നുള്ളത് പുരാതന കാലം മുതൽ തന്നെ മനുഷ്യർ അനുവർത്തിച്ചു വരുന്ന സംഗതിയാണ്. ഇസ്ലാമിക കാലഗണനയ്ക്ക് നമ്മൾ അനുവർത്തിച്ചു വരുന്നത് ഹിജ്റ വർഷത്തെയാണ്. ചന്ദ്ര പിറവിയാണ് അതിൻ്റെ മാറ്റമായി, മാസങ്ങളുടെ മാറ്റമായി നാം ഗണിച്ചു വരുന്നത്. എന്നാൽ ക്രിസ്തു വർഷത്തിലാണ് നമ്മൾ സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ക്രിസ്തു വർഷ കലണ്ടർ പ്രകാരമാണ് ഈ ഒരു മാറ്റം നമ്മൾ അനുഭവിക്കുന്നത്. ആ മാറ്റവും ആ രീതിയും ഏറ്റവും കുറ്റമറ്റതാണ് എന്ന് നമുക്ക് പറഞ്ഞുകൂടാം. പ്രവാചകൻ ഈസാ നബി അലൈഹി ഇസ്ലാമിയുടെ ജനനവുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. ഈസാ നബി അലൈഹി ഇസ്ലാമിയുടെ ജനനം തണുപ്പ് മാസത്തിലല്ല, ഈത്തപ്പഴമൊക്കെ പാകമാകുന്ന ഉഷ്ണകാലത്തായിരുന്നു എന്നതാണ് ഖുർആൻ നൽകുന്ന സൂചന. പക്ഷെ ഒരു മാറ്റം എന്ന നിലയിൽ, ഒരു കാലഗണന എന്ന രീതിയിൽ, ഒരു പുതിയ വർഷം വരുന്നു, പുതിയ ദിവസം വരുന്നു എന്ന നിലയിൽ അതൊക്കെയും നമ്മൾ പരിഗണിക്കണമെന്ന് തന്നെയാണ്. ഖുർആൻ അതിലേക്കും സൂചന നൽകുന്നുണ്ട്. ഖുർആനിലെ 18-ാമത്തെ അധ്യായം സൂറ കഹ്ഫിലെ 25-ാമത്തെ വചനം ഗുഹാനിവാസികളെ സംബന്ധിച്ച് പറയുന്നിടത്ത് കാണാം, വലബിസു ഫി കഹ്ഫിഹിം സലാസമിഅത്തിൻ സിനീന വസ്ദാദു തിസ്അ. 300 വർഷം നാം അവരെ ആ ഗുഹയിൽ ഉറക്കിക്കിടത്തി എന്ന് പറയുന്നിടത്ത് പിന്നീട് അള്ളാഹു പറയുന്നുണ്ട് 9 വർഷം കൂടുതലായി കൊണ്ടുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ 300 സൗരവർഷമാണ് 309 ചാന്ദ്രവർഷമായി പരിണമിക്കുന്നത് എന്നതാണ്. എന്തുമായിക്കൊള്ളട്ടെ, ദിവസവും മാറ്റവും ഒക്കെ നമ്മളോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കാതെ ഇതെല്ലാം ഒരു ആഘോഷമാക്കി കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ലക്ഷ്യം മനസ്സിലാക്കാതെ ആഘോഷങ്ങളുടെ പിന്നാലെ പോകേണ്ടവനല്ലവൻ. അതുകൊണ്ട് തിരിച്ചറിയാൻ സാധിക്കേണ്ടതുണ്ട്. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, ലാ തഖൂമുസ്സാഅ, അന്ത്യനാൾ സംഭവിക്കുകയില്ല, ഹത്താ യതഖാറബ സമാൻ,
കാലം അടുത്തു വരാതെ, കാലഘട്ടം വളരെ അടുപ്പിച്ചു വരാതെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. എന്നിട്ട് പ്രവാചകൻ പറയാ ഫതകൂന സന കശഹർ, ഒരു വർഷം എന്നുള്ളത് ഒരു മാസത്തെ പോലെ അനുഭവപ്പെടുക. വശഹറു കൽ ജുമഅ, ഒരു മാസമാകട്ടെ ഒരാഴ്ചയെ പോലെയും. വതകൂനുൽ ജുമഅ കൽ യൗം, ഒരാഴ്ച ഒരു മണിക്കൂർ പോലെ അല്ലെങ്കിൽ ഒരു ദിവസം പോലെ അനുഭവപ്പെടുക. വയകൂനൽ യൗം കസ്സാഅ, ഒരു ദിവസം എന്നത് ഒരു മണിക്കൂർ പോലെ അനുഭവപ്പെടുക. വതകൂനു സ്സാഅ, ഒരു മണിക്കൂർ എന്നുള്ളത് കല്ലറമത്തി ബിന്നാർ, ഒരു തീപ്പൊരി അണയുന്നത് പോലെ, വളരെ ഏതാനും സെക്കൻഡുകൾ പോലെ നമുക്കിങ്ങനെ അനുഭവപ്പെടുക. ഇത് വരാതെ അന്ത്യനാൾ സംഭവിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിക്കുകയാണ്. നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് വല്ലാതെ അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ പിരിഞ്ഞു. ഈ വെള്ളിയാഴ്ച വരുമ്പോഴത്തേക്ക് നമ്മളൊരു ആഴ്ച അങ്ങ് പോയി നമ്മൾ അറിയുന്നില്ല. ഒരു റമദാൻ കഴിഞ്ഞതേ അടുത്ത റമദാൻ വരുന്നു എന്ന് പറയുമ്പോൾ റമദാൻ വരുന്നതിലൊരു സന്തോഷമുണ്ട് എങ്കിൽ തന്നെയും ഒരു വർഷം അങ്ങ് പോയി കഴിഞ്ഞു എന്നുള്ളത് വളരെ പെട്ടെന്ന് എന്ന പോലെ നമുക്ക് തോന്നുകയാണ്. നമ്മുടെ ഇന്നലെകളെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. നമ്മുടെ ബാല്യവും യൗവനവും അതേപോലെ തന്നെ കൗമാരവും ഒക്കെ വളരെ പെട്ടെന്ന് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടതുപോലെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു വലിയ സത്യം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഏടുകളാണ് ഇതിലൂടെ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്ന് സമയമാണ്. സമയത്തെ ഉപയോഗപ്പെടുത്തുന്നതിലാണ് ഇഹത്തിലും പരത്തിലുമുള്ള നമ്മുടെ വിജയം എന്ന് പറയുന്നത്. നേരെ മറിച്ച് സമയത്തെ വേണ്ട പോലെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ ഇഹത്തിലും പരാജയമായിരിക്കും, പരത്തിലും പരാജയമായിരിക്കും. ഒരാൾക്ക് 18 ഭാഷ അറിയാം, പക്ഷെ അയാൾക്ക് ആള് ഊമയായി പോയാൽ എന്ത് സംഭവിക്കും എന്നതുപോലെയാണ്. ഒരുപാട് സമ്പത്തും സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ സമയം ഉണ്ടായില്ല. ചെലവഴിക്കാനും അനുഭവിക്കാനുമുള്ള ആയുസ് അല്ലാഹു കൊടുത്തില്ല എങ്കിൽ എത്രമാത്രം അത് പരിമിതമായിട്ടായിരിക്കും ഉപയോഗപ്പെടുത്താൻ സാധിക്കുക എന്നതുപോലെ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് സമയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടി സമയത്തെ നമ്മൾ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞതായി അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അഹദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി മൻകിബി, പ്രവാചകൻ എൻ്റെ 2 ചുമലിലും പിടിക്കേണ്ടായി. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കുൻ ഫിദ്ദുനിയാക അന്നക ഗരീബുൻ, നീ ദുനിയാവിൽ ഒരു അപരിചിതനെ പോലെ ജീവിക്കുക. ഔ ആബിർ സബീൽ, അതല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ. രണ്ടിലൊരു വിധത്തിലായിരിക്കണം നീ ദുനിയാവിൽ ജീവിക്കേണ്ടത് എന്ന് പ്രവാചകൻ എൻ്റെ 2 ചുമലിലും ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രവാചകൻ എന്നെ ഉപദേശിച്ചു. വക്കാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, ഇദാ അംസൈത ഫലാ തൻതദിരി സബാഹ്, നിങ്ങൾക്ക് വൈകുന്നേരമായാൽ നിങ്ങൾ പ്രഭാതത്തെ പ്രതീക്ഷിക്കരുത്. വഇദാ അസ്ബഹത, ഇനി നിങ്ങൾക്ക് പ്രഭാതമായി കഴിഞ്ഞാൽ ഫലാ തൻതദിരിൽ മസാഅ, നിങ്ങൾ പ്രദോഷത്തെയും പ്രതീക്ഷിക്കാൻ പാടില്ല. വഖുദ് ബി സിഹ്ഹതിക, നിങ്ങളുടെ ആരോഗ്യത്തെ നീ സ്വീകരിച്ചു കൊള്ളുക. ലിമറലിക, നിനക്ക് രോഗം വരുന്നതിന് മുമ്പായി. വമിൻ ഹയാതിക ലിമൗതിക, നിനക്ക് എപ്പോഴാണോ മരണം വരുന്നത് എന്നറിയുന്നതിന് മുമ്പായി ജീവിതത്തെയും നീ ഉപയോഗപ്പെടുത്തിക്കൊള്ളുക. ഇതൊരു കൃത്യമായ തിരിച്ചറിവും നമ്മൾ ജീവിതത്തിൽ മറന്നു പോകാൻ പാടില്ലാത്തൊരു യാഥാർത്ഥ്യമാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ തന്നെ പരിചയത്തിലുള്ള ഒരാൾ, അയാളുടെ ഷോപ്പിൽ നിന്ന് അയാൾ മഗ്‌രിബിന് പള്ളിയിലേക്ക് പോകാൻ വേണ്ടി വണ്ടി സ്റ്റാർട്ടാക്കുകയാണ്. അയാൾ ഇരുന്ന് വണ്ടി സ്റ്റാർട്ടാക്കി അയാൾ അങ്ങനെ തന്നെ ഇരുന്ന് പോവുകയാണ്. ഷോപ്പിലിരിക്കുന്ന ആൾക്കാർക്ക് അല്പം വന്ന് നോക്കുമ്പോഴത്തേക്ക് അയാൾ മരിച്ചിരിക്കണം. വളരെ പെട്ടെന്ന് 49 വയസ്സുള്ള ഒരു യുവാവിൻ്റെ വേർപാടാണ് പറഞ്ഞത്. ഇങ്ങനെ എത്രയോ നിങ്ങൾക്കും എനിക്കുമൊക്കെ
സമീപത്തും അകലെയായതുമായ എത്രയോ അനുഭവങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഒരു സംഗതി നമ്മിലേക്കും വരാനുണ്ട് എന്നതാണ് സമയത്തെ പറ്റിയുള്ള ആലോചനയിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. നമ്മൾ ഇവിടെ നിന്ന് പോകേണ്ടവരാണ്. മഹാനായ ഹസനുൽ ബസ്രി പറയാണ്, യാ ഇബ്ന ആദം, അല്ലയോ ആദമിന്റെ പുത്ര മനുഷ്യ, ഇന്നമാ അൻത അയ്യാമുൻ, നീ ഏതാനും ദിവസങ്ങളുടെ ഒരു കൂമ്പാരമാണ്, ഒരു സങ്കലനമാണ് നീ. കുല്ലമാ ദഹബ യൗമിക്ക ദഹബ ബഅദുക, നിന്നിൽ നിന്ന് ചില ദിവസങ്ങൾ പോയിട്ടുണ്ട് എങ്കിൽ നീ മനസ്സിലാക്കണം, നിന്റെ ജീവിതത്തിലെ ചില ഭാഗങ്ങളാണ് പോയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മുടെ ഭാഗധേയത്വം നിർണയിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ് പോയത്. അങ്ങനെ ഒരു വർഷം കടന്നു പോകുമ്പോൾ ആ കടന്നുപോകലിനെ മതിച്ചും ആർമാദിച്ചും വല്ലാതെ പടക്കം പൊട്ടിച്ചുമൊക്കെ ആഘോഷിക്കണമെങ്കിൽ അത്രമേൽ നമ്മളുടെ ലക്ഷ്യത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ ചിന്ത വളരെ പരിമിതമായിരിക്കണം. ഒരു വിശ്വാസി അങ്ങനെ ആകാൻ പാടില്ല എന്നാണ് പറയുന്നത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതായി ബുഖാരി തന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നിഅമത്താനി മഖ്ബൂനൻ ഫീഹിമാ കസീറും മിനൻ നാസ്. രണ്ട് അനുഗ്രഹങ്ങളുണ്ട്, മനുഷ്യരിൽ അധികം ആൾക്കാരും അതിൽ അശ്രദ്ധരാണ്. ആ രണ്ടെണ്ണം എന്ന് പറയുന്ന ഒന്ന് അസ്സിഹത്തു വൽ ഫറാഅ് എന്നുള്ളത്. ഒന്ന് ആരോഗ്യമാണ്, രക്തത്തിളർപ്പുള്ള, എവിടെയാണോ ആഗ്രഹിക്കുന്നത് അതേപോലെ ചെയ്യാൻ കഴിയുന്ന ആ കാലം. അതൊക്കെ പലപ്പോഴും നമുക്കൊക്കെ ഇപ്പോൾ ഒരു ഓർമ്മയാണ്. ആ സംഗതി നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ട് പോകുമ്പോഴാണ് അത്തരമൊരു സുവർണകാലം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് ഞാൻ ഓർക്കുന്നത്. അതേപോലെ തന്നെ ഒന്നാണ് ഒഴിവ് സമയങ്ങൾ. ഒഴിവ് സമയം സമയം ടൈം പാസ് എന്ന രീതിയിൽ നമ്മൾ പറയുന്നത്. സമയം ചെലവഴിക്കണ്ടേ, അതിനുവേണ്ടി നമുക്ക് എങ്ങനെ ചെയ്യാം, കുറച്ച് കുറച്ചിരിക്കാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിനോദങ്ങളിൽ ഏർപ്പെടാം എന്നുള്ളതാണ്. വിനോദവും കളിയും തമാശയൊന്നും വേണ്ടെന്നല്ല പറഞ്ഞ അർത്ഥം. അങ്ങനെ ഒരു ഊശ്വരമായ മതവുമല്ല നമ്മുടേത്. പക്ഷെ അതൊക്കെ തന്നെയും പരലോകത്തേക്ക് നിങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിലാകണം എന്നുള്ളതാണ്. അത്തരമൊരു ചിന്ത നമ്മളെ ഭരിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വേസ്റ്റാക്കി കളയാൻ ഒന്നുമില്ല വിശ്വാസിയുടെ. സമയവുമില്ല, വിഭവങ്ങളുമില്ല, ഒന്നുമില്ല. കാരണം വലിയൊരു പരീക്ഷണത്തിന് വേണ്ടി അയക്കപ്പെട്ടവരാണ് നമ്മൾ. നമ്മൾ ഈ വിഭവങ്ങൾ വേസ്റ്റാക്കി കളയുക എന്നുള്ളത് ആലോചിക്കാൻ വയ്യ. ആ രീതിയിൽ കാര്യങ്ങളെ കൈയാളാൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഈത്തപ്പനയുടെ ഒരു മട്ടലിൽ കിടന്നുറങ്ങുകയാണ് പ്രവാചകൻ. ഉറങ്ങി എഴുന്നേറ്റ പ്രവാചകന്റെ ശരീരത്തിൽ അതിൻ്റെ ഈർക്കിലികളുടെ പാടുകൾ സഹാബിമാർ കാണുകയാണ്. അവർ പ്രവാചകനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, കിസ്രയുടെയും കൈസറിൻ്റെയും ഒക്കെ രാജാക്കന്മാർ അവരെത്ര സുഖലോലുപതയിലാണ് കഴിയുന്നത്, എന്നാൽ മനുഷ്യർക്ക് അള്ളാഹുവിൻ്റെ സന്ദേശം പ്രബോധനം ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുള്ള അങ്ങ് വളരെ പ്രയാസത്തിലുമാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ താങ്കൾക്കൊരു തലയണ ഉണ്ടാക്കി തരാൻ തീരുമാനിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ പള്ളി എടുക്കണ പോലെ, അതല്ലെങ്കിൽ വലിയൊരു സംരംഭം ചെയ്യുന്ന പോലെ. അത്രയും പരിമിതമാണ് അവരുടെ ജീവിത വിഭവങ്ങൾ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ അപ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, മാലി വലി ദുനിയ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്തു ബന്ധമാണുള്ളത്. വമാ അനവ ദുനിയ ഇന്നമാ മസലി വ മസലു ദുനിയ കറാക്കിബുൻ, ഞാനും ഈ ദുനിയാവും തമ്മിലുള്ള ബന്ധം, ഉപമ എന്ന് പറയുന്നത് ഒരു വഴിയാത്രക്കാരനെ പോലെയാണ്. ഇസ്തലല്ല തഹത്ത ഷജറ, അയാൾ തണൽ കായുന്നതിന് വേണ്ടി മരത്തിന്റെ ചോട്ടിലിരിക്കുന്നു. സുമ്മ റാഹ വ തർക്ക, പിന്നീട് അയാൾ യാത്ര തുടരും ആ തണലിനെ, ആ മരത്തെ ഉപേക്ഷിച്ചിട്ടുമുണ്ട്. എത്ര കൃത്യമായിട്ടാണ് പ്രവാചകൻ തൻ്റെ ജീവിത വീക്ഷണം തൻ്റെ അനുചരന്മാരെ പ്രവാചകൻ പഠിപ്പിക്കുന്നത്. നമ്മൾ പലരും നമ്മുടെ വീടുകൾ നമ്മൾ തന്നെ പണിത വീടുകളായിരിക്കും. പക്ഷെ ആ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോകുന്നൊരു പോക്കുണ്ട്, തിരിച്ചു വരാത്തൊരു പോക്ക്. പിന്നീട് അവിടെ അത് കൊണ്ടു നടക്കുന്ന വേറെ ആളുകളായിരിക്കും. ഒരു 100 കൊല്ലം മുമ്പ് ഈ സ്ഥലം ആരുടേതായിരിക്കും? ആരായിരുന്നു ഇതിൻ്റെ ഉടമ? ആരായിരുന്നു ഇവിടെ ഈ കാര്യങ്ങളെല്ലാം നോക്കി നടന്ന പ്രമുഖരാരായിരുന്നു?
അങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളിങ്ങനെ അതിഥികളായി വന്നുപോയിക്കൊണ്ടേയിരിക്കുന്നവരാണ്, പോകേണ്ടവർ തന്നെയാണ്. ചിരഞ്ജീവികളായി നമുക്കിവിടെ കഴിയാൻ കഴിയില്ല. കാരണം ഇനിയും ധാരാളം ആളുകൾ ഇങ്ങോട്ട് വരേണ്ടതുണ്ട്. എത്ര കൃത്യമായിട്ട് പ്രവാചകൻ ഇത് പഠിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലെ ഈ സമയം ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ട് ആ സമയത്തെ നിങ്ങൾ കൃത്യമായി ഉപയോഗിക്കണം. ഹസൻ ബസ്രി തന്നെ പറയുന്നത്, ഓരോ പ്രഭാതത്തിലും വാനലോകത്തുനിന്നൊരു മലക്ക് വിളിച്ചു പറയും, മനുഷ്യരെ, ഇതാ ഒരു പുതിയ സൃഷ്ടി നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു, ദിവസമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഉപയോഗപ്പെടുത്തിക്കൊള്ളുക. നിങ്ങൾ എന്നെ വിട്ടു പോയി കഴിഞ്ഞാൽ പരലോകത്ത് വെച്ചല്ലാതെ ഞാൻ തിരിച്ചു നിങ്ങളിലേക്ക് വരുന്നില്ല. പരലോകത്ത് വരുന്നതാകട്ടെ ഈ ദിവസം നിങ്ങൾ എത്ര കണ്ട് ഉപയോഗിച്ചു എന്ന് തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമായിരിക്കും. അങ്ങനെ എത്രയോ ദിവസങ്ങൾ നമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞുപോയ ദിവസങ്ങളെ സംബന്ധിച്ചുള്ള എത്രയോ ആലോചന നമ്മെ വല്ലാതെ ബേജാറാക്കാറുണ്ട്. നമുക്കത് ചെയ്യാമായിരുന്നു, പലതും നമുക്ക് നേടിയെടുക്കാൻ കഴിയുമായിരുന്നു. നമ്മൾ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ടൊരു ജീവിതം നമുക്കുണ്ടാകാമായിരുന്നു. മതപരമായ നമ്മളുടെ ഉന്നതി, അതല്ലെങ്കിൽ നമ്മുടെ പുരോഗതി കുറെ കൂടി ഭംഗിയാക്കി തീർക്കാമായിരുന്നു എന്നൊക്കെ ആലോചിക്കാൻ നമുക്ക് പ്രേരിപ്പിക്കേണ്ടതുണ്ട്. പരലോകത്ത് സുപ്രസിദ്ധമായിട്ടൊരു ഹദീസ് വചനം അങ്ങനെയാണ്: 4 കാര്യങ്ങൾ ചോദിക്കാതെ ഒരാളുടെയും കാലിനെ മുന്നോട്ട് നീങ്ങാൻ അള്ളാഹു സമ്മതിക്കാത്തൊരു ഘട്ടമുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ ഹദീസിലെ 2 കാര്യങ്ങൾ, 4 ചോദ്യങ്ങളിൽ 2 ചോദ്യവും ആയുസ്സുമായി ബന്ധപ്പെട്ടതാണ്. അൻ ശബാബിക ഫീമ അബ്ല, അവന്റെ യുവത്വത്തെ സംബന്ധിച്ച് അള്ളാഹു അവനോട് പ്രത്യേകം ചോദിക്കും. എങ്ങനെയാണത് പാഴാക്കിയത്, എങ്ങനെയാണത് തുലച്ചു കളഞ്ഞത്? യുവത്വം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ജീവിതത്തിൽ എന്തിനേയും നേരിടാൻ കഴിയുന്ന ഏറ്റവും ത്രസിക്കുന്ന ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിൽ നമ്മൾ എന്തു ചെയ്തു എന്നുള്ളതാണ്. 2ാമത്തെ ചോദ്യം ഫീമാ അഫ്നാഹു, ആയുസിനെ സംബന്ധിച്ച് ചോദിക്കും. ആയുസ് എങ്ങനെയാണ് തുലച്ചു കളഞ്ഞത് എന്നതാണ്. ഓരോ ദിവസവും വിശ്വാസിയുടെ ജീവിതത്തിൽ 2 രീതിയിൽ അതിനോട് മറുപടി പറയണമെന്ന് പറയാം. ഓരോ ദിവസവും ആ ദിവസത്തോട് നമ്മൾ കാണിക്കേണ്ടുന്ന മറുപടി അങ്ങനെയാണ്. ഖുർആനിലെ 25-ാമത്തെ അധ്യായം സൂറ ഫുർഖാനിലെ 62-ാമത്തെ വചനം, വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫത്തൻ, തീർച്ചയായും രാവിനെയും പകലിനെയും മാറ്റിമറിക്കുന്നവനായ അല്ലാഹു, ലിമൻ അറാദ, ആരാണോ ഉദ്ദേശിക്കുന്നത്, അൻ യദ്ദക്കറ ഔ അറാദ ശുക്കൂറ, അള്ളാഹുവിനെ സംബന്ധിച്ച് ആലോചിച്ചു മനസ്സിലാക്കാനും തൻ്റെ ഈ ജീവിതത്തിന് അള്ളാഹുവിനോട് നന്ദി കാണിക്കാനും വേണ്ടിയിട്ടാണ് അള്ളാഹു രാപ്പകലുകൾ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഖുർആനിലൂടെ അറിയിക്കുകയാണ്. അപ്പോൾ ആ ഒരു ബോധം ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഓരോ സമയവും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അഹമ്മദ് ഷൗക്കിയുടെ പ്രസിദ്ധമായ 2 വരികൾ അതിങ്ങനെയാണ്: ദഖാത്തുൽ കൽബി കൽബിൽ മർഇ ഖായിലത്തുൻ ലഹു ഇന്നൽ ഹയാത്ത ദഖായിഖുൻ വസവാനി. അദ്ദേഹം പറയുകയാണ്, ഓരോ ഹാർട്ട് ബീറ്റുകളും മനുഷ്യ നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഇന്നൽ ഹയാത്ത, തീർച്ചയായും ഈ ജീവിതം എന്ന് പറയുന്നത്, ദഖായിഖും വസവാനി, സെക്കൻഡുകളുടെയും മിനിറ്റുകളുടെയും സങ്കലനം മാത്രമാണ്. നമ്മൾ എന്ന് പറയുന്നത് കുറേ ദിവസങ്ങളും കുറേ മാസങ്ങളും മാത്രമായി ചുരുങ്ങുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഓരോ ദിവസവും കൃത്യമായി നമ്മോട് ചോദിക്കുന്നുണ്ട്, നീ എത്ര കണ്ട് എന്നെ ഉപയോഗപ്പെടുത്തി എന്നത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ ജീവിതത്തെ കൃത്യമായി ചിട്ടപ്പെടുത്തി കൊണ്ടുപോകുമ്പോൾ അവൻ 4 കാര്യങ്ങൾ അടിസ്ഥാനപരമായി അവൻ മനസ്സിലാക്കേണ്ടതുണ്ട്. 4 സംഗതികൾക്ക് ഉത്തരം പറയാൻ കഴിയേണ്ടതുണ്ട്. അത് അദ്ദേഹം പറയുന്ന 1ാമത്തെ വാക്ക് അൽ ഖൗഫ് മിനൽ ജലീൽ എന്നാണ്. സർവശക്തനായ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടല്ലാതെ ഒരു ജീവിതം ഉണ്ടാകാതിരിക്കുക, പടച്ചവനെ മറക്കാതിരിക്കുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല രംഗത്ത് നമ്മൾ കണ്ടുവരുമ്പോൾ, മനുഷ്യന്മാർ കാണിച്ചു കൂട്ടുന്ന പലതും കണ്ടുവരുമ്പോൾ
അവരുടെ ഒന്നും ജീവിതത്തിൽ പടച്ചവനില്ല എന്ന് തോന്നിപ്പോകും. അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്ക് പറയേണ്ടതില്ല എന്ന രീതിയിൽ മനുഷ്യൻ എല്ലാം മറന്നുകൊണ്ട് എല്ലാ തോന്നിയവാസത്തിനും തയ്യാറായിക്കൊണ്ട് ആളുകൾ ദൃഷ്ടരായിക്കൊണ്ടിരിക്കുകയാണ്. ഖുർആനിലെ 59-ാമത്തെ അധ്യായത്തിൽ തന്നെ 19-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വലാ തകൂനു കല്ലദീന നസുല്ലാഹ്, അല്ലാഹനെ മറന്നതുപോലെ മറന്നവരെ പോലെ നിങ്ങളാകരുത്. ഫഅൻസാഹും അൻഫുസഹും, അവർ പടച്ചോനെ മറന്നു കഴിഞ്ഞപ്പോൾ അള്ളാഹ് എന്തെന്ന് വെച്ചാൽ അവരെ അവർക്ക് മറപ്പിച്ചു കളഞ്ഞു. ഞാൻ എന്നെ മറക്കുക, നിങ്ങൾ നിങ്ങളെ മറക്കുക. എന്താണ് ആ പറഞ്ഞതിനർത്ഥം? നമ്മുടെ ലക്ഷ്യത്തെ സംബന്ധിച്ച് നമുക്ക് ബോധമില്ലാതിരിക്കുക. എന്താണ് നമ്മുടെ ലക്ഷ്യമെന്ന് തിരിച്ചറിയാൻ പറ്റാതെ ആ കാലം കഴിഞ്ഞു പോവുക. 60-70 വയസ്സായി, എന്നിട്ട് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റാതെ ഒരു സുപ്രഭാതത്തിൽ അങ്ങ് മരിച്ചു പോവുക. ആ പോകലാണ് ഒരാൾ അയാളെ സംബന്ധിച്ച് വിസ്മരിച്ചു പോകൽ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് പരലോകമോക്ഷമാണ്. അതിന് തടസ്സമാകുന്ന ഒന്നും ജീവിതത്തിലേക്ക് കടന്നു വരാതെ ജീവിതത്തെ പടച്ചവനെ ഭയപ്പെടുന്ന ജീവിതമാക്കി മാറ്റുക. അലി ബിൻ അബി ത്വലീബ് പറയാം. രണ്ടാം അദ്ദേഹം പറഞ്ഞത് വൽ അമലു ബിത്തൻസീൽ, അള്ളാഹു കൽപ്പിച്ചതുപോലെ പടച്ചവ തമ്പുരാൻ അവതരിപ്പിച്ചതുപോലെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക എന്നതാണ്. ഒരു വിശ്വാസിയുടെ വിശ്വാസം എന്ന് പറയുന്നത് കുതിരയെ ബന്ധിപ്പിച്ചിട്ടുള്ള കടിഞ്ഞാൺ പോലെയാണ്, അല്ലെങ്കിൽ ആ കയറ് പോലെയാണ്. പലപ്പോഴും നമുക്കൊരു ബന്ധനം പ്രയാസമായി തോന്നാറുണ്ട്. ശരിക്കും നമ്മളെ എല്ലാ അതിരുകളും ഭേദിച്ചു പോകാതിരിക്കാൻ നിയന്ത്രിക്കുന്നത് ഈ ബന്ധനമാണ്. അങ്ങനെ വിശ്വാസം നമുക്ക് അനുഭവപ്പെടണം. ആരും എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ കൂടാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു വിശ്വാസിയാണ് എന്നുള്ള ബോധം അത്തരം ആ കൂടെ കൂടുന്ന കാര്യങ്ങളിൽ നമ്മളെ പിടിച്ചു വലിക്കുന്നു. എന്ത് തോന്നിയവാസങ്ങളിലേക്കും ആളുകൾ മുഴുകുമ്പോൾ ഞാനും അതിനോടൊപ്പം അങ്ങോട്ട് ഊളിയിടണമെന്നുള്ള ആഗ്രഹം മനസ്സിൻ്റെ ഒരു കോണിൽ നിന്നുണ്ടാകുമ്പോൾ വിശ്വാസം പിടിച്ചു വലിക്കാം. നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പാടില്ല. ഈ രീതിയിൽ നീ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ചിട്ടയും ഒരു നിയന്ത്രണവും ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നുണ്ടോ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. മൂന്നാമതായി അദ്ദേഹം പറയുന്നത് വരിളാബിൽ ഖലീൽ, പരിമിതമായ വിഭവങ്ങളിൽ തൃപ്തിപ്പെടുക എന്നതാണ്. ആധുനിക ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് തൃപ്തിയില്ലാത്തവരായി മാറുന്നു എന്നതാണ്. ഒന്നിലും തൃപ്തിയില്ല. കുടുംബത്തിൽ തൃപ്തിയില്ല, മക്കളിൽ തൃപ്തിയില്ല, ഇണകളിൽ തൃപ്തിയില്ല, കഴിക്കുന്ന ഭക്ഷണത്തിൽ തൃപ്തിയില്ല, ജോലിയിൽ തൃപ്തിയില്ല, സമൂഹത്തിൽ തൃപ്തിയില്ല, രാഷ്ട്രീയത്തിൽ തൃപ്തിയില്ല. തൃപ്തിപ്പെടുന്ന ഒരു ഭാഗവും മനുഷ്യൻ കാണുന്നില്ല എന്നതാണ്. അതൃപ്തരായ ഒരു സമൂഹം ഇവിടെ വല്ലാതെ വളർന്നുകൊണ്ടിരിക്കുന്നു. അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ദൂരവ്യാപകമായ പല അനർത്ഥങ്ങളും സൃഷ്ടിക്കുന്നതായിരിക്കും. അതുകൊണ്ടൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കിട്ടിയ പരിമിതമായ വിഭവങ്ങളിൽ മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റണം. അള്ളാഹ് എത്രയാണോ നൽകിയത്, എന്താണോ നിനക്ക് വേണ്ടി അള്ളാഹു പ്രദാനം ചെയ്തത്, അതിൽ ഒതുങ്ങി നിൽക്കാൻ കഴിയണം. രാവിലെയും വൈകുന്നേരവും ചെല്ലേണ്ടെന്ന ദിക്റുകൾ പഠിപ്പിച്ച കൂട്ടത്തിൽ പ്രവാചകൻ പഠിപ്പിച്ചു മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ റസൂലൻ എന്ന് പറയുന്ന ആ ഹദീസ് വചനം രാവിലെയും വൈകുന്നേരവും ഒരു വിശ്വാസി ആവർത്തിക്കേണ്ട ദിക്റുകളിൽ പെട്ടതാണ്. പടച്ചവനെ റബ്ബായി തൃപ്തിപ്പെടുക. എൻ്റെ കാര്യങ്ങൾക്കൊക്കെ എനിക്ക് പടച്ചവൻ മതിയായവനാണ്. എന്ത് കൽപ്പന, എന്ത് അനർത്ഥം ജീവിതത്തിൽ ഉണ്ടായാലും, എന്ത് പുരോഗതി ഉണ്ടായാലും അത് അള്ളാഹ് കണക്കാക്കിയതാണ് എന്ന് മനസ്സിലാക്കി അവിടെ ഉറച്ചു നിൽക്കാൻ കഴിയുക. മറ്റേതെങ്കിലും വഴികളോ വേറെ ഏതെങ്കിലും കുറുക്കു മാർഗങ്ങളോ അന്വേഷിക്കലല്ല, അവിടെ ഉറച്ചു നിൽക്കുകയാണ്. പടച്ചവൻ നൽകിയത് കൊണ്ട് തൃപ്തിപ്പെടുക. നലച്ചു നോക്കും. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, ഒരു വിശ്വാസിയെ, ഒരു ദാസിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവന് മതിയായവനല്ലേ എന്ന് ചോദിക്കുന്നത് ആ അർത്ഥത്തിലാണ്. അങ്ങനെ ജീവിതത്തിൽ പടച്ചവനിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പരിമിതമായ ഏതൊരു വിഭവങ്ങളിലും നിങ്ങൾക്ക് നിങ്ങളെ പരിമിതപ്പെടുത്താൻ, അതിൽ കൊണ്ട് നിങ്ങൾക്ക് തൃപ്തിപ്പെടാൻ കഴിയുന്നുണ്ട് എങ്കിൽ അതൊരു മികച്ച കാര്യമാണ് എന്ന് അലി ബിൻ അബി ത്വലീബ് പറയാം. അദ്ദേഹം നാലാമതായിട്ട് പറയുന്നത് വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ,
ഒടുവിലെ യാത്രയ്ക്കായി ഒരുങ്ങുക എന്നതാണ്. ഒരു പോക്കുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അബ്ബാസ് എന്ന് പറയുന്ന യുവാവ് മരിച്ചതുപോലെ ഞാനും നിങ്ങളുമൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ അല്ലേ, ഉമർ റളിയല്ലാഹു പറയുന്നുണ്ട് 99 ആളുകളും സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളൂ, ഒരാളോടെ നിൽക്കട്ടെ എന്ന് അള്ളാഹു പറയുമ്പോൾ ആ മാറ്റി നിർത്തപ്പെടുന്നവൻ ഈ ഉമറായിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. 999 ആളുകൾ നരകത്തിലേക്ക് പോകട്ടെ, ഒരാൾ സ്വർഗത്തിലേക്ക് പോകട്ടെ എന്ന് പറയുമ്പോൾ ആ ഒരാളെ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുന്ന ആൾ ഞാനാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മനസ്സിനെ വല്ലാതെ അലോസരപ്പെടുത്തുന്ന ചിന്തയായി എൻ്റെ വിഭവങ്ങൾ എത്രയാണ് എന്ന് കൃത്യമായി തിട്ടപ്പെടുത്താൻ കഴിയണം. സ്വഹാബിമാരുടെ ജീവിതത്തിൽ നമ്മളങ്ങനെ കാണുന്നുണ്ട്. ദിവസത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ മരിച്ചു പോകുമ്പോഴുള്ള അവസ്ഥകളെ സംബന്ധിച്ച് ജീവിതത്തിൽ തന്നെ അവർ കരയുകയാണ്. ഖാലിദ് ബിൻ വലീദ് എന്ന് പറയുന്ന ഇസ്ലാമിലെ സർവ്വസൈന്യാധിപനായ സ്വഹാബി വര്യൻ എത്രയോ യുദ്ധങ്ങളിലാണ്. ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹം ശത്രുപക്ഷത്താണ്. അതിനുശേഷമുള്ള എല്ലാ യുദ്ധങ്ങളിലും ഇസ്ലാമിക പക്ഷത്താണ് അദ്ദേഹം നിൽക്കുന്നത്. സ്വന്തം പിതാവിനെ വരെയും നേരിടുന്നുണ്ട് അദ്ദേഹം പലപ്പോഴും. അത്തരം ഒരു സ്വഹാബി വര്യൻ മരണാസന്നനായി കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. ഒരു ഒട്ടകം അതിൻ്റെ ആലയിൽ മരിക്കുന്നത് പോലെയാണല്ലോ എനിക്ക് മരിക്കാൻ അള്ളാഹു നിശ്ചയപ്പെടുത്തിയിട്ടുള്ളത് എന്നത്. എത്രയോ പോരാട്ടങ്ങളിൽ പങ്കെടുത്തിട്ടും അത്തരത്തിലുള്ളൊരു ഷഹാദത്ത് ലഭിക്കാതെ കേവലം ഒരു മനുഷ്യൻ മരിച്ചു പോകുന്നത് പോലെ മരിച്ചു പോകാനല്ലോ വിധി എന്ന് കരുതി അദ്ദേഹം കരയുകയാണ്. അബൂ ഹുറൈറ എന്ന് പറയുന്ന സഹാബി വര്യൻ നൂറുകണക്കിന് ഹദീസുകൾ ഇസ്ലാമിക വിജ്ഞാനീയങ്ങളുടെ ഭാഗമായി പ്രദാനം ചെയ്ത റിപ്പോർട്ട് ചെയ്ത സഹാബിയാണ്. എത്രയോ സംഭവങ്ങൾ ഒരു വിഷയം പഠിപ്പിച്ചു വരുമ്പോൾ ഇന്ന് തന്നെ നമ്മൾ എത്രയോ വട്ടം അദ്ദേഹത്തെ എടുത്തുദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം മരിക്കാൻ കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടിയിരിക്കുമ്പോൾ അദ്ദേഹം കരയുന്നുണ്ട്. ആളുകൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അബൂ ഹുറൈറ കരയുന്നത് എന്ന്. അദ്ദേഹം പറയുന്നത്, എനിക്ക് പോകേണ്ട യാത്ര വളരെ വിദൂരമായതാണ്, പക്ഷെ എൻ്റെ കയ്യിലുള്ള പാഥേയം എന്ന് പറയുന്നത് വളരെ ശുഷ്കമാണ്. എനിക്കും നിങ്ങൾക്കുമൊന്നും ഒരിക്കൽ പോലും അത്തരം ഒരു ചിന്ത കടന്നു വരുന്നുണ്ടോ? ആലോചിച്ച് നോക്കൂ. നമ്മുടെ പാഥേയത്തെ സംബന്ധിച്ച്, നമ്മൾ ഉണ്ടാക്കി വച്ചിട്ടുള്ള വിഭവങ്ങളെ സംബന്ധിച്ച് ഒരു അമിതമായ വിശ്വാസം അങ്ങനെ ഉണ്ടോ നമുക്ക്? ആലോചിച്ച് നോക്കണം. മുൻകാലത്തുള്ള ഏറ്റവും സലഫുകളായ ആളുകളുടെ ജീവിതക്രമമാണ് നമ്മൾ ഈ പറയുന്നത്. ആ രീതിയിൽ നിന്നും പുതിയ ദിവസത്തെ, പുതിയ വർഷത്തെ നമ്മൾ വരവേൽക്കുമ്പോൾ നമുക്കൊരു നഷ്ടബോധം തോന്നേണ്ടതുണ്ട്. പലതും നമുക്ക് കുറേ കൂടി ഭംഗിയാക്കാൻ പറ്റിയിരുന്നു, പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് ഇനി വരുന്ന കാലങ്ങളിൽ അത്തരമൊരു അശ്രദ്ധ വരാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെന്നതാണ് ഓരോ പുതിയ പ്രഭാതവും ഓരോ പുതിയ വർഷവും വിശ്വാസികളോട് മന്ത്രിക്കുന്നത്. ആമുഖമായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിച്ച വചനം ഖുർആനിലെ 59-ാമത്തെ അധ്യായം സൂറ ഹശ്റിലെ 18-ാമത്തെ വചനമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കുക. വൽ തൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, ഓരോ മനുഷ്യനും നോക്കിക്കൊള്ളട്ടെ എന്താണ് അവൻ നാളേക്ക് വേണ്ടി മുന്നൊരുക്കം നടത്തിയിട്ടുള്ളത് എന്ന്. വത്തഖുല്ലാഹ്, അല്ലാഹനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു വളരെ സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഖുർആനിലെ ചെറിയൊരു അധ്യായത്തിൻ്റെ പേര് നമുക്കറിയാം, അസ്ർ എന്നാണ്. കാലം എന്നാണ് പറയുന്നത്. ഖുർആൻ കാലത്തെയും സമയത്തെയും ഒക്കെ ആവർത്തിച്ച് പരാമർശിക്കുന്നുണ്ട്. 83-ാമത്തെ അധ്യായത്തിൻ്റെ പേര് ളുഹ എന്നാണ്. വല്ലുഹ, പൂർവാനം തന്നെയാണ് സത്യം. സൂര്യൻ ഉദിച്ചു പൊങ്ങുന്ന ആ പ്രത്യേക സമയത്തെ അള്ളാഹു സത്യം ചെയ്തു പറയാം. അതേപോലെ തന്നെ വൽ ഫജ്ർ, 89-ാമത്തെ അധ്യായം, പ്രഭാതം തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ. ഓരോ സമയത്തിനും അതിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട്. ഇവിടെ കാലത്തെ, ചരിത്രത്തെ സാക്ഷിയാക്കുകയാണ്. കാലം സ്പർശിക്കാതെ ജീവിതത്തിൻ്റെ ഒരു പ്രവർത്തനവും ഒരാളും ചെയ്യുന്നില്ല. അതുകൊണ്ട് അത്തരം ഒരു കാലത്തെ അള്ളാഹു സത്യം ചെയ്യുന്നു. എന്നിട്ട് എന്താണ് അള്ളാഹു പറയുന്നത്? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ,
തീർച്ചയായും മനുഷ്യർ നഷ്ടത്തിൽ തന്നെയാകുന്നു എന്നതാണ്. ഹുസ്റാൻ, ഹസാറ എന്നൊക്കെ പറയുന്നത് നഷ്ടം എന്ന വാക്കിന്റെ വിവിധ വേർഷനുകളാണ്. നേരെ വിപരീതമാണ് റബീഹ്, ഫലാഹ് എന്നൊക്കെ പറയുന്നത്, വിജയം എന്ന് പറയുന്നത്. എന്താണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പരാജയം എന്ന് പറയുന്നത്? വിശ്വാസികളെ അല്ലെങ്കിൽ അവിശ്വാസികളെ സംബന്ധിച്ച് ഖുർആനിൽ പറയുന്നുണ്ട്, ഉലൈകല്ലദീന ഇശ്തറവുൽ ദലാലത ബിൽ ഹുദാ, സന്മാർഗത്തിന് പകരം വഴികേട് വില കൊടുത്തു വാങ്ങിയവരാണവർ. ഫമാ റബിഹത് തിജാറത്തുഹും, ഒരിക്കലും അവരുടെ കച്ചവടം ലാഭകരമാകുന്നില്ല. വമാ കാനൂ മുഹ്തദീൻ, അവരൊരിക്കലും സന്മാർഗം പ്രാപിക്കുന്നില്ല, ലക്ഷ്യം പ്രാപിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ആലോചിച്ച് നോക്കൂ, ജീവിതത്തിലെ ഏറ്റവും വിഭവമായിട്ടുള്ള സമയത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വാങ്ങുന്നത് ലലാലത്തുകളാണ്. നന്മകൾക്ക് പകരം ഈ വാങ്ങിക്കൂട്ടുന്ന ലലാലത്തുകൾ ജീവിതത്തിൽ ഒരിക്കലും ഉപകരിക്കുകയില്ല, നഷ്ടമാണ് പ്രദാനം ചെയ്യുക എന്ന് ഖുർആൻ അവിടെ പറയാണ്. അപ്പൊ ജീവിതത്തെ സംബന്ധിച്ചുള്ള കൃത്യമായൊരു കാഴ്ചപ്പാടും ഒരാലോചനയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതാണ് ഓരോ ദിവസവും വിശ്വാസികളോട് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നഷ്ടപ്പെട്ടു പോകുന്ന ഏടുകളൊക്കെയാണ് നാളെ വിചാരണയായി എൻ്റെയും നിങ്ങളുടെയും മുമ്പിലേക്ക് കൃത്യമായി അള്ളാഹു ഹാജരാക്കപ്പെടുക. അത്തരമൊരു നാളിൽ ജീവിതത്തെ ഏറ്റവും സാർത്ഥകമായി, ഏറ്റവും നല്ല കർമ്മോത്സുകമായി നേടിയെടുത്തിട്ടുള്ള നല്ല വിശ്വാസിനികളിൽ അള്ളാഹു എന്നെ